ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനസ്വരൂപമാത്മാവു താൻ തന്നെ ജ്ഞാനസ്വരൂപാദികളായി നിൽപ്പതും ജ്ഞാനജ്യോതിസ്സദാമാത്മാ പരബ്രഹ്മം ജ്ഞാനജ്യോതിർദീപമാകുന്നു ലോകാദി സർവവും. ജ്യോതിർമയമാമിതിങ്കൽ നിന്നെവിടെയിരിക്കുന്നതോർക്ക. ജ്യോതി ബന്ധിപ്പതും ജ്യോതിർമോചിപ്പതും ജ്യോതിരെന്താകിലും ജ്യോതിർവേറിടാ നിർണയം. ജാഗ്രത്തു സ്വപ്ന സുഷുപ്തി വൃത്തീവ ആഗ്രഹം ബുദ്ധി തന്നെ ഇവയൊക്കെയും മാത്രാദ്യവസ്ഥാഭേദങ്ങൾ നാനാത്വവും പ്രത്യേകാത്മാവിങ്കലിവയൊന്നുമേ ഉണ്ടെന്നു തോന്നുന്നതെങ്ങനെ എന്നാകിൽ പിന്നതിൽ വായുവാദിഭൂതങ്ങളെയെല്ലാം കൽപ്പിച്ച പോലെ ബ്രഹ്മത്തിൽ സമസ്തവും കൽപ്പിതമാമിതു വേറില്ലതു തന്നെ. സ്ഥൂലാദിയാകും സമസ്തമവയവം കേവലാത്മാ പരബ്രഹ്മണി കൽപ്പിപ്പതെങ്ങനെ എന്നാകിൽ തന്തുപടമെന്നു നിർണയിക്കും പോലെ സൂക്ഷ്മമാത്മാവിൽ തോന്നുന്നിതെല്ലാം അവയവഭേദങ്ങൾ അന്യോന്യമാശ്രയ ഭേദവിഭ്രാന്തിയാൽ രണ്ടായി തോന്നുന്നതൊക്കെയുമാദ്യന്തം രണ്ടിനുമൊന്നാം പദവസ്തുവാകുന്നു. നാനാവികാരരൂപങ്ങൾ തോന്നും ഭേദം പൊന്നിൽ പലവക ഭൂഷണങ്ങൾ പോലെ സൂക്ഷ്മമാത്മനി തോന്നുന്നതൊക്കെയും സൂക്ഷിക്കിൽ വേറില്ല ഭൂഷണം സ്വർണമാം. നൃക്കളുടെ കർമ്മഭേദാൽ വ്യവഹാര മാർഗങ്ങളിൽ പലതായിട്ടു തീരുന്നു. ഏകാത്മകനാമധോക്ഷജൻ തങ്കലെ ലൗകിക വൈദികമാദി ജനങ്ങളാൽ നാനാവിധമായി വ്യാഖ്യാനം ചെയ്യുന്നു. ആയതു പാർക്കിലർക്കപ്രഭയങ്ങനെ സൂര്യാംശമായി ഭവിച്ച മേഘങ്ങളും ആയതു പാർക്കിലർക്കപ്രഭയങ്ങനെ സൂര്യാംശമായി ഭവിച്ച മേഘങ്ങളും വേറായി നിന്നു മറയ്ക്കുന്നതുപോലെ ക്രൂരമാകും തിമിരം നയനപ്രഭ തന്നെ മറപ്പതുപോലെ നീ ഞാനെന്ന ഭിന്ന ഭേദാൽ ബ്രഹ്മം തന്നുടയംശമാം മാനസം കൊണ്ടു മറച്ചു തന്നാത്മാനം. ആയത് മൂലമാത്മാവിന്നു ബന്ധനം മേഘമർക്കപ്രഭ തന്നെയും കാൺമീല. ചക്ഷുരൂപം രവിയെ കൊണ്ടറിയുന്നു. ആയതുപോലെ എപ്പോൾ അഹങ്കാര ചിത്താദികൾ കൊണ്ടു മറയ്ക്കും അപ്പോൾ നാശം. ചിത്താദികളാൽ മറയുന്ന നേരത്തു ചിത്സ്വരൂപമില്ല ശൂന്യമെന്നാകുന്നു. എപ്പോൾ വിവേകഹേതുക്കളാൽ മായയാം ചിത്താദ്യഹങ്കാര ബന്ധനമറ്റെന്നു ചിത്തെ അറിയുന്ന നേരത്തു പൂർണ്ണമാം ആത്മസാക്ഷാത്കാരം കൈവന്നിരിക്കുന്നു എന്നറിയുന്നതാകുന്നിതാത്യന്തികമെന്നു ചൊല്ലുന്ന പ്രളയമറിക നീ. ഇച്ചൊന്ന വണ്ണമെല്ലാമേ നിരൂപിച്ചു നിശ്ചയിക്കുന്നതാത്യന്ത പ്രളയമാം. ഇത്തരമുള്ള വിജ്ഞാനാത്മകമതു ധാതാ മുതൽ സർവലോകഭൂതങ്ങൾക്കും വേറായി പ്രകാശമായി സാക്ഷിയായി നിൽക്കുന്നു. വേറില്ലതല്ലാതെ മറ്റേതുമൊന്നുമേ ഇങ്ങനെയുള്ളോരിതിങ്കൽ നിന്നുണ്ടാകും അന്യപരിണാമമാദി അവസ്ഥകൾ സർവവും ജന്മപ്രളയഹേതുക്കളാം സർവത്തിനന്തവുമാദിയുമായിതു.
ആദ്യന്തഹീനനാകുമിതു നശ്വരമൂർത്തികളാലീ അവസ്ഥകൾ അറിവീല. നിത്യം സുഷുപ്തി നിത്യപ്രളയമതു നിത്യവും കണ്ടറിഞ്ഞെല്ലാറ്റിനും സാക്ഷി നിൽക്കുന്ന താൻ സർവസാക്ഷിയുമാകുന്നു. നിത്യസാക്ഷി സകലത്തിനും സാക്ഷിയാം. നിത്യപ്രളയമാകുന്നിതു മറ്റെല്ലാം നിത്യമല്ലോ. മാസവത്സര ദിവ്യാബ്ദം ആയതും പിന്നെ ചതുർയുഗ കൽപ്പങ്ങളായവയെല്ലാം ദിനം കൊണ്ടു തന്നെയാം. ആയതുകൊണ്ടു നിത്യപ്രളയത്തിനു നൂനം വിലക്ഷണ സാക്ഷി സർവത്തിനും മീതെ വിളങ്ങുന്നതെന്നറിഞ്ഞാകാശം പോലെ പരിപൂർണ ജ്യോതിസ്സുകൊണ്ടിഹ നാലു പ്രളയങ്ങളെയും അറിഞ്ഞിട്ടു മേലെ വിളങ്ങി നിൽക്കുന്നു സാക്ഷാൽ ജ്ഞാനം. ഇങ്ങനെ നിത്യനൈമിത്തികമാത്യന്തം പിന്നെ പ്രകൃതി ഇത്യാദി പ്രളയമായി നിൽക്കും ഗതികൾ സമസ്തമഖിലാത്മാ തത്വധാമാവായി ജഗൽക്കരണനായി കാരണകാര്യഭേദങ്ങൾ സാക്ഷിത്വവും നേരെ നിനക്കിലില്ലാതെ വിളങ്ങുന്ന നാരായണൻ തൻ്റെ ലീലാകഥകളെ ഓരോ തരം നൃപ നിന്നോടറിയിച്ചേൻ. ഏറ്റവും ദുസ്തരദ്വൈതമാം സംസാരസാഗരം ചിൽപ്പുമാനാകും ഭഗവാന്റെ ലീലാകഥാസംഭവമായിരിക്കുന്ന ചാരുബോധത്താൽ കടക്കുന്നു സർവരും. ഇങ്ങനെ പണ്ഡിപ്പുരാണ സംഹിതയെ മംഗലൻ നാരായണൻ മുനി നാരദനായിക്കൊണ്ടരുൾ ചെയ്തു. നാരദൻ വ്യാസനുമായിക്കൊണ്ടരുൾ ചെയ്തു. താതനെനിക്കായും നന്നായി പഠിപ്പിച്ചു. പിന്നെ ഇതു തന്നെ നൈമിഷാരണ്യത്തിൽ ശൗനകനാദിയാം മാമുനിമാരുടെ ചോദ്യത്തിനുത്തരമായിട്ടു സൂതനും ഇത്തരം ചൊല്ലുന്നു. ചൊല്ലമതിങ്കൽ സകലാത്മകനായിട്ടെല്ലാം അതേകനാകും ഹരി തന്നെ ആദ്യന്തവർണ്ണനം ചെയ്യുന്നവനിഹ മുക്തി ഭവിക്കുന്നു രണ്ടില്ലതു നൂനം. സർവാത്മകനായ നാരായണൻ തന്നെ സർവമാം വേറെയില്ലൊന്നുമേ നിർണയം. യാതൊരുത്തൻ്റെ പ്രസാദമുണ്ടാകയാൽ ബ്രഹ്മരുദ്രാദികൾ സൃഷ്ടി സംഹാരാദി കർമ്മങ്ങൾ സർവവും ചെയ്തു പോരുന്നിതു. മന്നവാ, നീ മരിക്കുന്നുവെന്നുള്ളൊരു നിന്നുടെ ബുദ്ധിഭ്രമം കൊണ്ടു നിന്റെയും എൻ്റെയും വിചാരം ചൊല്ലുവൻ കേൾക്കടോ. ജന്മമരണങ്ങൾ ദേഹത്തിനേയുള്ളു, നിർമ്മലാത്മാവിനിവയൊന്നുമില്ലല്ലോ. എങ്ങനെയെന്നാകിൽ അഗ്നി വേറിട്ടോരോ ഭിന്നമാകുന്നൊരുപാധിഭേദങ്ങളാൽ നാനാവിധവർണ്ണരൂപഭേദങ്ങളായി തോന്നുന്ന പോലെ ഭേദഭ്രമമെല്ലാം നാനാവിധോപാധികളിലേകം മൻഹി ആയതിൽ നിന്നതിൽ മീവും ഗുണം പോലെ ശോഭിച്ചു നിന്നുപാധിക്കു നാശം വരുന്നേരത്തു തൻ്റെ സ്വഭാവ വിഘ്നം വിനാ നിൽക്കുന്നൊരഗ്നി പോലെ പരമാത്മാവു നിൽക്കുന്നു താൻ നശിച്ചിടുകയില്ലെന്നും. നീയൊരുത്തൻ തന്നെ പുത്രനായി പൗത്രനായി ജായയ്ക്കു കാന്തനായി പുത്രനു താതനായി ഓരോ ജനത്തിനോരോ വിധമായി കൊണ്ടു പേരുകൾ നാനാവിധം നിനയ്ക്കുന്ന പോൽ ഏകനാത്മാ പലതായിരിക്കുന്നിതു. ഏകബീജം മുളയായിലയായി പിന്നെ വൃക്ഷമായി നാനാവിധം ശാഖാപത്രമാം ഇത്യാദി പോലേകനാത്മാ സമസ്തനായി കാരണനായി സമസ്തവും താനായി കായനാമം തനിക്കല്ലാതെ വേറില്ല എന്നതുകൊണ്ടു പല ശരീരാത്മക ഭിന്നമെല്ലാമേകനാത്മാവു വേറില്ല. അഗ്നിയുപാധി കൂടാതെ വസിക്കുന്നു, വിഘ്നമില്ല പിന്നെ എന്നോടു കൂടുമ്പോൾ. കാണുന്നത് പോലെ ആത്മാ സമസ്തത്തിൽ വേറിട്ടു നിൽപ്പു നശിക്കയില്ലേതുമേ. സ്വപ്നത്തിൽ തൻ ശിരച്ഛേദമായി തോന്നിലും ജാഗ്രത്തിൽ പിന്നെയും കാണുന്നു തന്നെയും എന്നതുപോലെ ശരീരാവസാനത്തിൽ നിന്നുണർന്നൊന്നായി ഭവിച്ചു കാണും തന്നെ. എത്ര എത്ര ജനിച്ചാലും മരിച്ചാലും ചിത്താകുമാത്മാവൊടുങ്ങുകയില്ലെന്നും വ്യോമമിടങ്ങഴി വച്ചളന്നൊക്കെയും
തീർച്ചയാമോ താനൊടുങ്ങുകയില്ലേവം. ആത്മാ ജനിക്കയുമില്ല മരിക്കയും ആത്മാവിനില്ല ഹാനിയൊരു നാളുമേ. എപ്രകാരം ഘടം ഭിന്നമാകും വിധോ തൽഘടാകാശം മഹാവ്യോംനി കൂടുന്നിതിപ്രകാരം ശരീരങ്ങൾ നശിക്കുമ്പോൾ ചിൽപ്രഭാരൂപം പരബ്രഹ്മണി കൂടും മാനസം തന്നെ. ഗുണങ്ങളെയും കർമ്മ ദേഹങ്ങളെയും ഉണ്ടാക്കുന്നു മറ്റില്ല. ആത്മാവിനില്ല ഗുണകർമ്മ ഭേദങ്ങൾ. ആത്മനി മാനസം മായയാൽ ജീവനും ഞാനെന്നു തൽസ്മൃതി തന്നെയുണ്ടാകുന്നു. നൂനമെണ്ണയ്ക്കും തിരിക്കും അധിഷ്ഠാനമായിരിക്കും വന്ഹി സംയോഗമെത്ര നാൾ കാണുമതിങ്കലതിനാലുമത്ര നാൾ. ദീപത്തിനു വിളക്കാതിനാമാന്വിതം നാമമിരുന്നതുപോലെയാത്മാവിങ്കൽ നാമാദിദേഹരൂപാധി ഭവിക്കുന്നു. താമസരാജസ സത്വഗുണവൃത്യാ അഗ്നിവിയോഗത്തിൽ ദീപമെന്നുള്ള പേർ. വിഘ്നം വരും പോലെയാത്മാ നശിക്കുന്നിതെന്നു തോന്നുന്നതല്ലാതെ ആത്മാവിനുമെന്നുമേ നാശമില്ലെന്നു നിർണയം. ആത്മാവ് ജ്യോതിസ്വരൂപമായി വ്യക്തമായി അവ്യക്തമായി സ്വരൂപമാം വിഷ്ണു പോൽ നിശ്ചലമായി ധ്രുവാധാരമായി ശാശ്വതമായിരിക്കുന്നിതാത്മാവിങ്കൽ. നാനാത്വമായിട്ടു തോന്നുന്നതൊക്കെയും മാനസവിഭ്രമമുള്ളതായി വന്നിടാം. ആകയാൽ ആത്മസ്ഥനാകും ആത്മാവിനെ അനുമാനമുപമാന പ്രത്യക്ഷമായി മേവും പ്രമാണത്തെ ഗർഭിണിയാം ബുദ്ധിരൂപമാകുന്നൊരാത്മാവ് കൊണ്ടും വാസുദേവാനുചിന്തയാ നന്നായി വിവേകിച്ചു കേവലമോർത്തറിഞ്ഞിടടോ ഭൂപതേ. വിപ്രവാക്യം ഹേതുവായിട്ടു ദക്ഷകൻ നൃപ്രഭോ വന്നു കടിക്കുമെന്നോർക്കിലോ. സർപ്പമെന്നുള്ളതു നാശരൂപമല്ലോ. നാശസ്വരൂപമാം സർപ്പത്തിനു മൃത്യുവായിരിക്കുന്നതും ഈശ്വരൻ താനല്ലോ. ഏവം പരബ്രഹ്മമായി പരംപദമായിരിക്കുന്നൊരു ഈശ്വരൻ ഞാനെന്നും ഈ വണ്ണം ആത്മാവ് കൊണ്ടു തന്നാത്മനി കേവലം കണ്ടൊരു നിഷ്കള ബ്രഹ്മണി തക്ഷകൻ വന്നു ദംശിക്കുന്നതെങ്ങനെ. തക്ഷകനും വിഷവും നശ്വരമായ കായത്തെയും വിശ്വമെല്ലാറ്റെയും കണ്ടു പേറിട്ടു സാക്ഷിയായി കണ്ടിരിക്കുന്നൊരു ആത്മാ പരിപൂർണ ചിൽ പ്രകാശാനന്ദമാത്മനി ഞാനെന്തു ചൊല്ലേണ്ടു മന്നവ. വിശ്വാത്മകൻ തൻ്റെ ചേഷ്ടയെന്തേ ചൊൽവൂ. വിശ്വവും ആത്മാവും അന്യമില്ലാത്തതും എത്ര കേൾക്കുന്നതങ്ങെത്ര ചിന്തിക്കുന്നു. യാതൊന്നു താനതെന്നാകിലും തോന്നാതൊരാനന്ദമായി തൂഷ്ണീഭൂതാത്മകനായി തോന്നാത്തതുമിന്നതെന്നതും തോന്നാതെ തോന്നും കിനാവിലുമില്ലാതെ തോന്നുന്ന തന്നുടെ സ്വാത്മാവതാകും അവസ്ഥയിൽ അന്യഭാവം പുനരേകവുമെന്തടോ. ലക്ഷ്യവും ലക്ഷണമൊന്നുമില്ലോർക്കിലോ. സാക്ഷാൽ പരബ്രഹ്മമെന്തു ചൊൽവൂ പിന്നെ. മിഥ്യയായുള്ളതിനെന്തു പറയുന്നു. മിഥ്യയന്യേ മറ്റു ലക്ഷണമില്ലല്ലോ. ഇങ്ങനെയുള്ളൊരാത്മാ പരബ്രഹ്മണി അന്യമാം ദക്ഷകനാദികളെന്തടോ. ഇത്തരമുള്ളതു കൊണ്ടെന്തു ചൊൽവതും ഉത്തമനായ നൃപതി ശിഖാമണി. ഇങ്ങനെ ശ്രീശുകൻ തന്നരുളപ്പാടു മംഗലനായ നൃപൻ കേട്ടു മോദേന ചൊന്നതും ചെയ്വതും കേൾപ്പിൻ മുനിമാരെ എന്നു സൂതൻ പറഞ്ഞിടിനാൻ. പിന്നെയും മന്നവനിത്തരം കേട്ടോരനന്തരം സർവാത്മദൃക്കായി വ്യാസാത്മജനായി നിർവാണരൂപനാകും മുനിതൻ പദപത്മം നമസ്കരിച്ചഞ്ജലിബദ്ധനായി സ്വാത്മതുഷ്ട്യാ പറഞ്ഞിടിനാൻ മന്നവൻ. കാരുണ്യശീലനായി കൃപാത്മാവതായി നാരായണപ്രിയനായിരിക്കും തവ കാരുണ്യമാകുമനുഗ്രഹം സിദ്ധിച്ചു നേരെ വിചാരിക്കിലാദ്യന്തമില്ലാത്ത നാരായണൻ കഥ നിന്നാലെനിക്കിഹ പാരാതരുൾ ചെയ്തതെല്ലാം ശ്രവിച്ചു ഞാൻ ഇച്ചൊന്നതേറ്റവും അദ്ഭുതം. അച്യുതാത്മാക്കളായുള്ള സത്തുക്കൾക്കും ആർത്തരായി താപതപ്തങ്ങളാം ഭൂതേഷു യാതൊരനുഗ്രഹമായിരിക്കുന്നൊരു യാതൊന്നതാമി പുരാണ സംഹിതയും
സർവസന്താപഹരത്തിനു മന്ത്രമായി സർവൗഷധങ്ങളിൽ വെച്ചു മഹൗഷധമായി ഭവിച്ചു. സകലാത്മകനായി മായാവിഹീനനായി ഉത്തമശ്ലോകനായി സാക്ഷിയാകും ഭഗവാൻ പരമാത്മാനം തക്ഷകനാദികളാൽ അനുവർണിതം. ഇങ്ങനെയുള്ള ഭഗവത് പദമായി ബ്രഹ്മനിർവാണമായുള്ളൊരു ചിൽപദം ത്വൽകൃപ കൊണ്ടും ഭഗവത് കൃപ കൊണ്ടും ഉൾക്കാമ്പിലീദൃശം കണ്ടുകൊണ്ടേനഹം സാക്ഷാലിവണ്ണമറിഞ്ഞിരിക്കും വിധോ തക്ഷകനാൽ മൃത്യു സംഭവമെന്നിലെ സംഭവിച്ചിടുകയില്ല. മഹാവിഷ്ണു ഭക്തനായി മുക്തകാമാശയ ചേതസ അജ്ഞാനനാശമായി ജ്ഞാനവിജ്ഞാനത്തിൽ വിജ്ഞേയ നിഷ്ഠ കൊണ്ടും പരിപൂർണമായി നിശ്ചലമായി പരമമായുള്ളൊരു ശശ്വൽ പരബ്രഹ്മമൂർത്തി ഭഗവാന്റെ പാദം ഭവാനാലേ ദർശിതനാമെൻ്റെ ചേതസി താനുണർന്നെൻ്റെ ചിത്തഭ്രമഭീതികളെല്ലാം നശിച്ചു തെളിഞ്ഞു ഞാൻ മൗനവ്രതം ധരിച്ചിന്നി ഭഗവാനെ നന്നായുപാസിച്ചിരിപ്പതിനാഗ്രഹം എന്നതിനായിട്ടനുഗ്രഹിക്കണമേ എന്നിങ്ങനെ അപേക്ഷിച്ചൊരു മന്നവൻ തന്നെ യൗവണ്ണമാകുന്നൊരനുഗ്രഹം നൽകിയ ശ്രീശുകമാമുനിയെ നൃപനാകാംക്ഷയാ പൂജ ചെയ്തു വഴി പോലെ ഭിക്ഷുക്കളോടും യഥാഗതം പൂജിതൻ. ശ്രീശുകൻ മോദാൽ ഗമിച്ചോരനന്തരം മന്നവനായ രാജർഷി ഗംഗാതടേ നന്നായൊരേക സ്തംഭാഗ്രേ തീർപ്പിച്ചൊരു സൽസ്ഥലേ ദർഭകൾ പൂർവദിശി തലപ്പൊക്കെയുമായി പിരിച്ചതിൻ മധ്യത്തിൽ നേരെ വടക്കു തിരിഞ്ഞിരുന്നൻപോടു ധീരനായി യോഗിയായി നിസ്സംഗനായിക്കൊണ്ടു ചിഹ്ന സന്ദേഹനായി സർവേന്ദ്രിയങ്ങളോടൊന്നിച്ചഭിന്നമായി തന്നുടെ ആത്മാവുകൊണ്ടു സമാധാനവും ചെയ്തു നിർമ്മല ബ്രഹ്മണി നന്നായുറപ്പിച്ചു. നിർമ്മലാത്മാ പരബ്രഹ്മസ്വരൂപനായി മന്നവൻ വിഷ്ണുരാതൻ വസിക്കും വിധോ തക്ഷകൻ വിപ്രശാപം ഫലിപ്പിപ്പതിനെത്രയും ക്രുദ്ധനായി വിപ്രവേശത്തോടും വിപ്രരോടുമിട ചേർന്നുടൻ മായയാൽ പൃഥ്വീപതിയെ കടിച്ചു കൊല ചെയ്യുവാൻ എത്രയും ആഗ്രഹത്തോടു പോന്നിടിനാൻ. പൃഥ്വീപതിയെ ജീവിപ്പിച്ചു കൊള്ളുവാൻ പൃഥ്വീദേവൻ കശ്യപനും പുറപ്പെട്ടു. മാർഗമധ്യേ വിഷഹാരിയാം കശ്യപൻ നിർഗമിക്കുന്നതു കണ്ടറിഞ്ഞമ്മുനി തന്നെയും ദ്രവ്യങ്ങളാലെ മോദിപ്പിച്ചു. മന്നവനന്തികെ പോകാതെ കശ്യപൻ തന്നെ പറഞ്ഞങ്ങയച്ചിതു. മാമുനി തന്നുള്ളിൽ വിഷ്ണുമായ സകലത്തെയും കണ്ടു മടങ്ങി ഗമിച്ചിതു പിന്നോക്കം. കുണ്ഠതയെന്നി നാഗാധിപൻ വിപ്രനായിക്കൊണ്ടു ചെന്നാ നൃപശേഖര സന്നിധൗ ഇണ്ടലന്യേ നൃപതീമണി സൽപുമാൻ ബ്രഹ്മയോഗേന പരബ്രഹ്മതുല്യനായി. മന്നവൻ യോഗാഗ്നി കൊണ്ടു ദേഹത്തെയും ഭസ്മീകരിപ്പാനിരിക്കുന്ന ദേഹത്തെ ഭസ്മമാക്കി തക്ഷകൻ വിഷവഹ്നിന. തക്ഷകൻ മായയാ ചെന്നു വിപ്രൈരുതം ഇക്ഷിതീശം കടിച്ചാനെന്നറിയണം. മന്നവൻ ദേഹം ദഹിച്ചു ഭഗവാങ്കൽ ചേർന്നു സായുജ്യം ലഭിച്ചു മുനിമാരെ. തക്ഷകരൂപവും കണ്ടു നൃപനുടൽ ഭസ്മമായി പോയതും കണ്ടു സമസ്തരും ഹാഹേതി കഷ്ടമാഹന്ത കഷ്ടമെന്നു ഘോഷമായി ഖേദിതരായി ജനങ്ങളും പിന്നെയുമേറ്റമതിവിസ്മിതരായി. വിണ്ണിൽ നിന്നപ്പോൾ സുരമുനിമാരെല്ലാം വന്ദിച്ചു ഭക്ത്യാ സ്തുതി പാഠകത്തോടു വാദ്യങ്ങൾ ഘോഷിച്ചു ഗീതനൃത്തങ്ങളാൽ വാത്തിനാർ പുഷ്പവർഷേണ പലവിധം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി.